ഇതിനൊക്കെയുള്ള ധൈര്യം എങ്ങനെയാണ് പൂജ സാറിന്? ഡിക്ഷണറിയിലെ പേടി എന്ന് പറയുന്ന സംഭവമില്ല, എനിക്കറിയത്തില്ല അതിൻ്റെ മീനിങ്. മണ്ടത്തരം മൊത്തം ഞാൻ കേൾക്കണം. ഐ ഡോണ്ട് ഹാവ് എനി ടൈം ടു വേ. എന്നിട്ടുള്ള കാര്യം, നിങ്ങളുടെ ഈ ക്യൂട്ട്നെസ്സും നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡും ഒക്കെ ഇതൊക്കെ വെറും നിങ്ങളുടെ ഷോ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും. ദയൊക്കെ അയാളെ വിളിച്ച് വരുത്തി കളിയാക്കാണെന്നെ ഉദ്ദേശം. നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗം ഹോണസ്റ്റ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് ഒരു വിശിഷ്ട വ്യക്തിയാണ്. നമ്മുടെ റീൽസുകളൊക്കെ അടക്കി ഭരിക്കുന്ന ആറ്റിറ്റ്യൂഡ് കിങ് ആയിട്ടുള്ള പൂച്ച സാറാണ് നമ്മളൊപ്പം ഇന്നുള്ളത്. വെൽക്കം പൂച്ച സാർ, വെൽക്കം ടു ദ ഷോ. വെയിറ്റ് എ സെക്കൻഡ്. ദേ തള്ളേ, എന്നെ കൊണ്ട് വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ആരോട് ചോദിച്ചിട്ടാണ് മത്തി മേടിച്ച്? എനിക്കൊന്നും അറിയണ്ട. ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വരുമ്പോൾ എനിക്കടെ കരിമീൻ വേണം. നിങ്ങളുടെ വീട്ടിലെ പട്ടി ഉണ്ടല്ലോ, അവന് ചിക്കൻ വേണോ മട്ടൻ വേണോ എന്ത് വേണമെങ്കിലും മേടിച്ചു കൊടുക്കുമല്ലോ. ഞാൻ കുറയ്ക്കാത്തതുകൊണ്ടാണോ എനിക്കൊന്നും മേടിച്ചു തരാത്തത്? എനിക്കൊന്നും അറിയണ്ട. ഞാൻ വരുമ്പോൾ അവിടെ കരിമീൻ ഉണ്ടായിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വല്ല പാമ്പിനെയോ പഴുതാരയോ എലിയോ ഒക്കെ കൊണ്ടുവന്ന് ഞാൻ എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെക്കും. പിന്നെ വീട് മൊത്തം നാറും. കേട്ടല്ലോ? റെഡി ഫൂൾസ്. ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഫാമിലിയാണ് എൻ്റെത്. പറയാതിരിക്കാൻ വയ്യ. യു കണ്ടിന്യൂ. എനിക്ക് ആദ്യം അറിയേണ്ട ഒരു കാര്യം, പൂജ സാർ, താങ്കൾക്ക് ഇത്ര ഒരു കിടിൽ ആറ്റിറ്റ്യൂഡ് ഇതെങ്ങനെയാണ് താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നത്? എടാ ഇൻ്റർവ്യൂവറെ, താങ്കൾ എന്നെപ്പോലൊരു വ്യക്തിയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ ആദ്യം നിങ്ങളൊരു റിസർച്ച് നടത്തണം. ഞങ്ങളുടെ ഫാമിലി എന്താണ്, ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇതൊക്കെ നടത്തിയിട്ട് വേണ്ടേ താൻ എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ? അതല്ലേ അതിൻ്റെ ഒരു രീതി. സാർ, ഞാൻ ആക്ച്വലി റിസർച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചാറ്റ് ജിപിടിയോടൊക്കെ ചോദിച്ചിട്ട് ഞാൻ റിസർച്ച് നല്ലൊരു ചെയ്തിട്ട് ഞാൻ ഇൻ്റർവ്യൂ എടുത്തത്. എന്നിട്ടാണോ മോനെ ഇങ്ങനത്തെ മണ്ടൻ ചോദിക്കുന്നത്? ശരി, ഞാൻ നല്ല ചോദ്യം തന്നെ ചോദിച്ചോളാം. ചോദിച്ചാൽ നിനക്ക് കൊള്ളാം. 10,000 ജോലി കളഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈ സമയത്ത് ശാന്ത ചേച്ചി അവിടെ മീൻ കഴുകുന്ന സമയം, അത് കളഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കണം. എന്നിട്ട് ഇതിൻ്റെ മണ്ടത്തരം മൊത്തം ഞാൻ കേൾക്കണം അല്ലേ? ഐ ഡോണ്ട് ഹാവ് എനി ടൈം ടു വേസ്റ്റ്. മണ്ടൻ ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കരുത് പ്ലീസ്, അല്ലെങ്കിൽ ഞാൻ വോക്കൗട്ട് ചെയ്യാം ഇവിടുത്തെ. ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഹിറ്റ് ആവുകയും ചെയ്തു. ഒരു പാമ്പിൻ്റെ ചെവുകുറ്റി നോക്കി അടിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അത് വളരെ ഹിറ്റായി. ഇതിനൊക്കെയുള്ള ധൈര്യം എങ്ങനെയാണ് പൂജ സാറിന് കിട്ടിയിരിക്കുന്നത്? എൻ്റെ ഡിക്ഷണറിയിലെ പേടി എന്ന് പറയുന്ന സംഭവമില്ല, എനിക്കറിയത്തില്ല അതിൻ്റെ മീനിങ് എനിക്ക് ഒട്ടും അറിയത്തില്ല. പിന്നെ ഈ പാമ്പിൻ്റെ കാര്യം, ഞാനൊരു ദിവസം റോഡിൽ കൂടെ പോകുമായിരുന്നു. അപ്പോൾ സൈഡിൽ നിന്നിട്ട് എന്നെ ഇങ്ങനെ പത്തി കുത്തി ഇങ്ങനെ കാണിക്കുന്നു. ഞാൻ പറഞ്ഞു, പത്തി ആഴണം. കേൾക്കുന്നില്ല. എനിക്ക് ദേഷ്യം വന്നു. ഒരറ്റ അടി വെച്ചു പോയി. അടി കിട്ടി കഴിഞ്ഞപ്പോണ്ടല്ലോ അവനെ മൊത്തം വിഷപ്പിൽ തെറിച്ച് ആളി വിടും. പിന്നെ അവനെ ജില്ല വിട്ടുപോയി. പിന്നെ ആ ഏരിയയിലോട്ട് അവൻ വന്നിട്ടില്ല. തീർന്നുണ്ട് പരിപാടി. അവൻ്റെ ആ വംശം മൊത്തം തന്നെ നശിച്ചു പോയിട്ടുണ്ടാവും എൻ്റെ ഒരൊറ്റ അടിയിൽ. നമ്മുടെ അടുത്ത കളി. പിന്നെ അതുപോലെ തന്നെ കണ്ടൊരു കാര്യം, ഒരു മുതലയുടെ മുകളിൽ കയറി ട്രാവൽ ചെയ്തൊരു വീഡിയോ. അത് ഭയങ്കരധികം വൈറലായിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഹിറ്റായൊരു സംഭവം. നോർത്ത് ഇന്ത്യയിലൊക്കെ അത് വൈറലായി, വേൾഡ് ലെവൽ വരെ ഇത് പോവുകയുണ്ടായി. അതിനെക്കുറിച്ച് സംസാരിക്കാമോ? മുതലാശാൻ്റെ ആയിരിക്കും, അതൊന്നും പറയണ്ട. ഞങ്ങൾ ഭയങ്കര തിക് ഫ്രണ്ട്സാണ്. ഞങ്ങൾ അക്കരെ വരെ ഒന്ന് മന്തി കഴിക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ പോകുന്ന വഴിക്കാലം മീനൊക്കെ പിടിക്കാൻ വെച്ചു. എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഫാൻസുകാരാ പുറകെ ക്യാമറ എടുത്തുകൊണ്ട് വരും. പിന്നെ അത് ഇൻസ്റ്റൻറ്റ് വൈറലാണ് സംഭവം. എന്ത് ചെയ്യാനാണ്? സെലിബ്രിറ്റി ആയി പോയില്ലേ? ഓക്കെ, നിങ്ങളപ്പം രണ്ടും നല്ല ഫ്രണ്ട്സാണ്. ഓക്കെ, ഗ്രേറ്റ്. അതുപോലെ തന്നെ എനിക്ക് വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരുപാട് വീഡിയോസ് പൂജ സാറിൻ്റെ വരാറുണ്ടല്ലോ. അപ്പോൾ അതിൽ എനിക്ക് പിന്നെ ഒന്നും ഫേമസ് ആയിട്ട് തോന്നി പറയുമ്പോൾ, ഈ അടുത്ത് 2 പട്ടികളെ അടിച്ച് ഓടിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? അതാരെങ്കിലും നിങ്ങൾക്ക് എതിരെ തന്ന കൊട്ടേഷൻ ആയിരുന്നു? അത് എന്ത് കാര്യം സംഭവത്തിനെ കുറിച്ചൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ഏതാ വീഡിയോ കാണിച്ചു തരാമോ? ഇത് കഴിഞ്ഞ ആഴ്ച സംഭവം ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ നമ്മുടെ മീൻ ചന്ത വരെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കായിരുന്നു. ഇവന്മാർ എനിക്കിട്ട് സ്കെച്ച് ചെയ്തതാണ്. കഴിഞ്ഞ ഉത്സവത്തിന് ഞാൻ നമ്മുടെ ഇതിലൊരുത്തന്നെ തന്ത കയറി ഒരു മാന്ത് കൊടുത്തായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഇതായിട്ട് നമ്മളൊന്ന് വളഞ്ഞിട്ടൊന്ന് അടിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ നല്ല വീക്ക് വെച്ച് കൊടുത്തു. ഓടി അവിടുന്ന്. മേലെ അവന്മാരും കുരയ്ക്കത്തില്ല. കുരയ്ക്കുമ്പോൾ എൻ്റെ പേരോർത്ത് അവന്മാർ പേടിക്കും. ഒരുത്തൻ മുള്ളിട്ടാണ് ഓടിയത്. നമ്മളടുത്താണ് കളി. പുലിപ്പരമ്പരയിൽ പെട്ടവന്മാരടുത്താണ് അവൻ്റെ കളി. നമ്മുടെ ഫാൻസിന് വിചാരിച്ചാൽ മതി, ഇമാരെ ഓടിച്ചിട്ട് പോയി. അപ്പോഴാണ്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, പൂച്ച സാറിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് ആൾക്കാർ കാണും. റീൽസിലൊക്കെ ഒരുപാട് വ്യൂസ് തന്നെ കിട്ടുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് മനസ്സുകൊണ്ട് കൂടുതൽ അവർക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ളത് പട്ടികളുമായിട്ടാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? അതൊരു എന്താ പറയുക, ഒരു തുല്യതയില്ലായ്മ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അത് പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്. പട്ടികളോട് കുറച്ച് ആരാധനയൊക്കെ അവർ കാണിക്കാറുണ്ട്. എൻ്റെ വീട്ടിലുണ്ട് ഇതൊരു ജന്തു. പലർക്കും എന്താ കാര്യം, സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ സാധനം
തൊട്ട് വേണ്ടിയിട്ടില്ല. ആരേലും വന്നാലും ബിസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വാലാട്ടി പൊയ്ക്കോളൂ, നക്കി നക്കി നടന്നോളൂ. ഇങ്ങനെ നക്കി നടക്കുന്നവരൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാണല്ലോ. ഏത് നമ്മളെ നക്കാനൊന്നും നമ്മളെ കിട്ടത്തില്ല. നക്കിയും ജീവിക്കേണ്ട ഗതികേടൊന്നും എനിക്കോ എൻ്റെ പരമ്പരയ്ക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. മുജ്ജന്മ സുഹൃത്തും നമ്മൾ നല്ല ലെവലിൽ ഹൈ ലെവലിൽ ജീവിച്ചിട്ടുള്ള ആൾക്കാർ, അല്ല ഈ കണ്ട പട്ടിയെ പോലെ നമ്മൾ ജീവിക്കുന്നു. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഒരുപാട് പൂച്ച വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. അത് താങ്കളുടെ നോർമൽ വീഡിയോസെക്കാട്ടും അത് ഒറിജിനൽ വീഡിയോസെക്കാട്ടിലും കൂടുതൽ ഒരുപാട് അതിന് വ്യൂവർഷിപ്പ് കിട്ടുന്നുമ്പോൾ അപ്പം അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? അത് അപ്പോൾ നാളെ നിങ്ങളെ റീപ്ലേസ് ചെയ്ത് പൂച്ചകൾ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഭരിക്കുകയും നിങ്ങൾക്ക് ഒരു പണിയില്ലാത്തൊരവസ്ഥ ആവുകയൊക്കെ ചെയ്യാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വീഡിയോസ് ഒന്നും ഞങ്ങളെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഈ വീഡിയോസിലൊന്നും ഞങ്ങൾ ഒറിജിനലായിട്ട് ഇടുന്ന ആ ക്യൂട്ട്നെസ് അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇതൊന്നും വീഡിയോസിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് വരും പോകും, അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഇന്ന് ഇവിടെ തന്നെ നിലനിൽക്കും. ചിലപ്പോൾ കാരണം മനുഷ്യന് ഭീഷണിയായിരിക്കും. ചിലപ്പം നാളെ ഒരു പക്ഷേ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു വേർഷനായിരിക്കും. മനസ്സിലായില്ലേ? ഞങ്ങൾ ഒരിക്കലും ആർക്കും റീപ്ലേസ് ചെയ്യാൻ ഒന്നും പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം നിങ്ങളുടെ ഈ ക്യൂട്ട്നെസ്സും നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡും ഒക്കെ ഇതൊക്കെ വെറും നിങ്ങളുടെ ഒരു ഷോ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും. ഡേയൊക്കെ അയാളെ വിളിച്ച് വരുത്തിട്ട് കളിയാക്കാൻ എൻ്റെ ഉദ്ദേശം നീ വിവരം അറിയും. എന്താണ് നീ ആരുടെ പേടിപ്പിക്കുന്നത്? നീ ആരെ പേടിപ്പിക്കുന്നത്? ഒരു പണിയെടുക്കുക, അത് വളരെ വീട്ടിൽ ചുരുണ്ടുകൂടി കിടക്കും, ഒത്ത സമയം കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ മാന്തു, ഇതൊക്കെ ചെയ്തിട്ടാണ് നീ ജീവിക്കുന്നത് ഇല്ലേ? സ്വന്തമായിട്ട് ഒരു പണിയെടുത്ത് ജീവിക്കാറില്ലല്ലോ. നീ വെള്ളം കാണുന്നില്ല, അതെടുത്ത് എൻ്റെ മണ്ടയിൽ കോരി ഒഴിക്കും. പറഞ്ഞിരുന്നുണ്ട് ഇതല്ലാതെ നീ കൂടുതൽ ആളാവല്ലേ. പറഞ്ഞിരുന്നു വേണ്ട വേണ്ട, വെള്ളം ഒഴിക്കരുത് ഗമിയോ കയറ്. വെള്ളം ഒഴിക്കരുത്. മാന്തി ഞാൻ വീട്ടിൽ കയറി എല്ലാത്തിനും മാന്തി ഞാൻ വീട്ടിൽ ചത്തയിലിനെ കൊണ്ടിടും. വേണ്ട അഹങ്കാരം. അപ്പോൾ ഗൈസ്, എന്തായാലും ഇന്നത്തെ ഹോണസ്റ്റ് പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഗസ്റ്റുമാരെ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ, നന്ദി.